ദൃശ്യം ഇറങ്ങിയപ്പം ശരിക്കും സീരിയസ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ദൃശ്യം ഭയങ്കരമായ ഒരു പടം ഹിറ്റായി നല്ല പേര് കിട്ടി വേറെ ലെവലിലേക്കൊക്കെ പോയി. പക്ഷെ അത് എനിക്കൊത്തിരി പണി കിട്ടിയിട്ടുമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുടെ ഒരു എക്സ്പെക്ടേഷൻ ലെവല് മാറി എന്നിൽ നിന്ന് ദൃശ്യം. അപ്പം ദൃശ്യമൊക്കെ അങ്ങ് സംഭവിച്ചു പോയതാണ്. നമ്മൾ അല്ലാതെ ദൃശ്യം അങ്ങനത്തെ ഒരു പടം ഇത്ര ഓടും എന്ന് കരുതിയൊന്നും അന്ന് ചെയ്തതല്ല. അപ്പോൾ ഇപ്പോഴൊരു കുഴപ്പമെന്ന് വെച്ചാൽ എല്ലാവരും ദൃശ്യമാണ് ഇപ്പോൾ ലൈഫ് ഓഫ് ജോസൂട്ടി കണ്ടിട്ട് കുറെ പേര് ഇറങ്ങി വന്നിട്ട് പടം കൊള്ളാൻ കണ്ട. പക്ഷെ ദൃശ്യം പോലെ അങ്ങോട്ട് അത് ഞാൻ തുടക്കത്തിലെ പ്രതീക്ഷ. ഞാൻ ഇതിന്റെ ഭാഗമായിട്ട് പലരോടും ചോദിച്ചു ലൈഫ് ഓഫ് ജോസൂട്ടി കണ്ടോ എന്താ അഭിപ്രായം ചോദിച്ചപ്പോഴല്ലേ ജോസഫിന്റെ കയ്യിൽ നിന്നും പ്രതീക്ഷിച്ചത് അതല്ല എന്ന് ഞാനും പലരും. അത് എന്നോടൊരു പയ്യൻ വിളിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ട് പയ്യൻ പറഞ്ഞു ചേട്ടാ ഇനി ലൈഫ് ഓഫ് ജോസൂട്ടി പോലത്തെ പടങ്ങളൊന്നും ചെയ്യണ്ട ചേട്ടൻ പിന്നെ മെമ്മറീസും ദൃശ്യം പോലത്തെ പടം ചെയ്താൽ മതി. ഞാൻ അവനെ തിരിച്ചു വിളിച്ചു. ഞാൻ പറഞ്ഞു ഹലോ സുഹൃത്തെ ഞാൻ ഇനി ഇങ്ങനത്തെ പടങ്ങൾ ചെയ്യും. എൻ്റെ പടങ്ങൾ ഇനി ഉണ്ടാകും. കാരണം ഞാൻ ഈ ത്രില്ലറിൻ്റെ ആളൊന്നുമല്ല. എനിക്ക് എല്ലാത്തരം കഥകൾ പറയണം. അത് ചെയ്യും. അയ്യോ ചേട്ടാ ഞാനും വഴക്കായിട്ട് പറഞ്ഞല്ല. കാരണം അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഇപ്പോൾ എൻ്റെ ഇപ്പോൾ പുള്ളിയുടെ പ്രശ്നം വെച്ചാൽ പുള്ളി ത്രില്ലറും ഇത് മാത്രമേ പുള്ളിക്ക് ഇഷ്ടമുള്ളൂ. ഇങ്ങനത്തെ ഫാമിലി കഥ പുള്ളി ഇഷ്ടപ്പെടും. പക്ഷെ എന്നെ വഴക്ക് പറയരുത്. ഞാനൊരു കാര്യം പറഞ്ഞോണ്ട് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു സമയത്ത് മലയാള സിനിമയിൽ ഈ ത്രില്ലറുകൾ സസ്പെൻസുകൾ ഭയങ്കര ആക്ഷൻ അത് ഇത് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം ഒരു നല്ല ത്രില്ലേഴ്സ് എന്ന് പറഞ്ഞ് വേറെ ഇല്ല. ആക്ച്വലി വന്നത് മെമ്മറീസും ദൃശ്യവും മാത്രമേ ഉള്ളൂ. നമുക്ക് ത്രില്ലേഴ്സ് കാണാൻ ഇഷ്ടമാണ്. പക്ഷെ ആസ് ഓഡിയൻസ് നമുക്കത് കിട്ടുന്നില്ല. അപ്പോൾ സാർ അത് തന്നപ്പോഴത്തേക്കും വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ അല്ല അത് ശരിയാണ്. പക്ഷേ ഞാൻ വേറെ കാര്യം പറയാം. ഇപ്പം നിങ്ങൾ കിട്ടാതെ ഇരിക്കുമ്പോൾ അധികം കിട്ടുന്നില്ല എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് ഇടയ്ക്ക് ഒരെണ്ണം ഇറങ്ങുമ്പോൾ നിങ്ങളത് ഭയങ്കരമായിട്ട് അങ്ങ് എൻജോയ് ചെയ്യും. ഞാനിത് കണ്ടിന്യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു 2 വർഷം കഴിയുമ്പോൾ നിങ്ങൾ പറയും ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ല എന്ന് പറഞ്ഞ് എന്നെ വീട്ടിൽ വരുത്തും. അത് എനിക്കും അറിയാം. കാരണം കുറച്ച് നിങ്ങളും മടുക്കും. അപ്പം ഹ്യൂമർ സിനിമകൾ വേണം. ഏത് സിനിമയാണ് ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യുക അത്രേ ഉള്ളൂ. ഫാമിലി സിനിമകൾ വേണം, ത്രില്ലർ വേണം, ആക്ഷൻ സിനിമ വേണം, എല്ലാ ടൈപ്പ് സിനിമകളും വേണം. അപ്പം നമുക്ക് മാറി മാറി ചെയ്യാം. സാർ ആക്ച്വലി ചെയ്യുന്നതാണ്. ഇതുവരെ മിക്കവാറും എല്ലാം ഇപ്പൊ ട്രൈ ചെയ്തു. ആക്ഷൻ, ത്രില്ലർ, കോമഡി, ഫാമിലി ഡ്രാമ എല്ലാം ചെയ്യുന്നുണ്ട്. നമ്മൾ ഇനിയും കാരണം കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു സിനിമ, ഇതൊക്കെ എൻ്റെ ഒരു ഹൊറർ സിനിമ, ഇതൊക്കെ എൻ്റെ മനസ്സിൽ ആഗ്രഹങ്ങളാണ്. നമ്മളത് ചെയ്യണം. ഡിഫറെൻറ്റ് സിനിമകൾ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമാണ്. ഏതൊക്കെ നടക്കും എന്താവും അറിയില്ല.